മർക്ക ഒരു ചായ നല്ല അല്ല സിറാജ് മോനെ നീ എവിടുന്നാ വരുന്നത്? ഞാനേ ഒരു ജോലിന്റെ കാര്യമായിട്ട് എറണാകുളം വരെയാണ് പോയത്. എന്നിട്ട് നീ പോയതെന്തോ റെഡിയായോ? എവിടെ ഒന്നും ശരിയായില്ലേ. നീയിപ്പൊ കൊറേ ആയില്ലേ മോനെ അതിനൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഒന്നും കൂടെ റെഡി ആവുന്നുണ്ടേ. എന്നാല് ഗൾഫിലേക്ക് ഒരു വിസ നോക്കിക്കൂടെ? എന്നാല് വിസക്കൊക്കെ ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ട് മർക്ക, നമ്മളെ തന്നെ ഒന്നും ഇല്ലല്ലോ. ഇതാ അതാ എന്നോട്ടെ, എന്നാ പിന്നെ ഞാൻ പറ്റേ. എന്താ ചെയ്യുന്നത്? ഞാൻ കറിക്കുള്ള സാധനം അറിയാച്ചാ. മോൾ ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ അച്ഛൻ ചെയ്തോളാം. നീ ആ കത്തിക്കത വേണ്ട അച്ഛ, ഇത് ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛൻ അവിടെ എത്താൻ പോയി ഇരിക്കും. മോളെ ഇതൊക്കെ അച്ഛൻ ചെയ്തോളാം. ഇപ്പൊ നീ ഇത് ചെയ്യണ്ട, നീ പോയി അകത്ത് പോയി പഠിക്ക്. ഈ അച്ഛന്റെ ഒരു കാര്യം. പഠിക്കും മോളെ. മോളെ എന്താ വിളക്ക് വെക്കാൻ സമയമാവും നോക്ക്. അച്ഛനില്ലേ മോളെ? അങ്ങനെ ഇരിക്കെ, ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛാ. സിറാജ്, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറണം. അത് ശരിയാ. സിറാജിനറിയാലോ, എന്തിനും ഏതിനും നീൽ പോലെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെയുള്ളവർ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ആ അത് പോട്ടെ, നീ പോയ കാര്യം എന്തായി? ഓ, അത് നടക്കും തോന്നുന്നില്ല. ആ കമ്പനി ജോലി കിട്ടണമെങ്കിൽ യോഗ്യത മാത്രം. പിന്നെ ഒന്നുകിൽ പണം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ റെക്കമെൻഡ് വേണം. ഇത് രണ്ടും എനിക്ക് നടക്കില്ല, നിങ്ങൾക്കറിയാലോ രാമേട്ട. നീ വിഷമിക്കേണ്ട സിറാജെ, ദൈവം എല്ലാറ്റിനും ഒരു വഴി കാണും. എന്താ സിറാജ പരിപാടി? ഒന്നുമില്ല, കുറച്ച് വിറക് ശേഖരണത്തിലാ. ഈ ഗ്യാസിനും കറണ്ടിനും ഒക്കെ കുറച്ച് പണി കുറയ്ക്കുന്നതേ നല്ലതാണ്. അത് നല്ലൊരു തീരുമാനാ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ആ അത് ശരിയാ. പിന്നെ സിറാജ്, ഞാനേ വന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി. എന്താടാ കാര്യം? എടാ, നല്ലൊരു വിസ വന്നിട്ടുണ്ട് സൗദിയിലെ റെഡിമെയ്ഡ് ഷോപ്പിലേക്കാ. നീ പോകുന്നോ?
എടാ അതിന് ഒരുപാട് പൈസ ആവൂലേ? ഒരുപാട് പൈസ ഒന്നും വേണ്ട, ടിക്കറ്റും മെഡിക്കലും ഇനി എടുത്താൽ മാത്രം മതി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ടിക്കറ്റും മെഡിക്കലിനും കൂടി ഏകദേശം എത്ര പൈസ വരും? എന്തായാലും ഒരു 10-60,000 റുപ്യൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഒരു 60 രൂപക്ക് വകല്ലാത്ത ഞാൻ ഏടനടാ ഈ 60,000 ഉണ്ടാക്കി? അതൊക്കെ നടക്കടോ. നാളെ തന്നെ അറക്കൽ അബ്ദുല്ലാജിനെ ഒന്ന് വിൽക്കാണ്, അതിനെന്തെങ്കിലും സഹായിക്കാൻ എടുക്കൂല. നോക്ക അഭിഷേക്, നിന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. എന്താണ്? എന്താ കാര്യം? அது வந்து கேரளாவில பிசினஸ் எல்லாம் ரொம்ப கஷ்டமாயிடுச்சு. அதனால நான் என்னோட பிசினஸ் எல்லாம் തമിഴ്നാട്ടിലേക്ക് സെറ്റിൽ പണ്ണാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ അണ്ണാ? ഞാൻ തമിഴ്നാട്ടിൽ 100 ഏക്കർ കോറി എടുത്തു. അതിന് ഒരുപാട് കാശ് വേണം. നീ കേരളാവിൽ കുറെ ഷെയർ പിടിക്കണം. അല്ലണ്ണാ, അതില് എനിക്കെന്താ ഗുണം? അതിന് നീ കവലപ്പെട വേണ്ട തമ്പി. മാസാമാസം നല്ലൊരു കാശ് നിന്റെ വീട്ടിലെത്തും. അങ്ങനാണെങ്കിൽ അണ്ണാ എത്ര ഷെയർ വേണമെങ്കിലും ഞാൻ കൂട്ടിക്കോളാം. നീയാണ് തമ്പി ശരിയായ ആമ്പിള. ഇത് ഞാനൊരു കലക്കും. അല്ലേ, നീ വിസ എടുക്കാൻ തന്നെ തീരുമാനിച്ചപ്പോ? അല്ലാതെ വേറെ വഴിയില്ലടോ, ഇവിടെ നിന്നിട്ട് ഒന്നും ഇങ്ങോട്ട് സെറ്റാവുന്നില്ല. അല്ലടോ, വിസക്കൊക്കെ കണ്ടമാനം പൈസ ആവൂലേ ഇപ്പൊ? അതിനിപ്പോ എന്താ വഴി കണ്ടിക്കുന്ന? നീ പൈസ വേണം ഒരുപാട്. വഴി കണ്ടിപ്പെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊന്നുമില്ല, എനിക്കറിയാലോ. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും തൽക്കാലം തിരിമറിയാക്കണം. അതിനിപ്പോ ആരോടാ കിട്ടാനുള്ളേ? പൈസ ഉള്ളവനോട് എന്തായാലും കിട്ടൂല. അത് ശരിയാ. പിന്നെ നമ്മളെപ്പോൾ ഉള്ള ആളോട് കിട്ടിയാ കിട്ടി. അത് ഈ പറഞ്ഞത് ശരിയാ. പൈസ ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലേ അവർക്ക് തരാൻ പേടിയുണ്ടാവും. നമ്മളോട് തിരിച്ച് കിട്ടുക നോർമലല്ലോ. പിന്നും കിട്ടുക നമ്മൾപോലെ സാധാരണ പണിക്ക് പോകുന്ന ആൾക്കാരോട് തന്നെ. നോക്കുക, എന്തെങ്കിലും വഴി ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ. അമുജിയെ പറ, അതെന്ത് വർത്താനം അമുജിയെ? വിസക്ക് ഒറ്റ പൈസയും വേണ്ട, മെഡിക്കലിനും ടിക്കറ്റിനും മാത്രമുള്ള പൈസ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം പകുതി പൈസ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇപ്പം എന്താ ചെയ്യുക? എടാ, എൻ്റെ അവസ്ഥ എനിക്ക് ഓർമ്മല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിങ്ങി. എൻ്റെ സുഹൃത്തല്ലേ? ആണോ? എത്ര കൊടുക്കേണ്ടി വരും? നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാകും. ഏതായാലും എനിക്ക് വേണം സാധനം, ഈ വേറെ കൊടുക്കണ്ടെന്ന് അറിയാലോ. എന്താ ചെയ്യുക? ശരി, എന്നാലും നമുക്ക് കാണാം. ഓക്കെ. അസ്സലാമലൈക്കും അജിയരെ. വാലൈക്കും സലാം. അല്ല ആഫീസേ, തെക്കേ പറമ്പിൽ തേങ്ങ വലിക്കാൻ ആളെയും കൊണ്ടുവരാൻ തന്നെ മുങ്ങിയതല്ലെങ്കിൽ ആളേടാ വിളി. അജിയരെ, ഓനിപ്പം തേങ്ങ വലിക്കാൻ വരാത്ത നല്ലേ. ഓൻ ചിക്കൻ ബോക്സാ, അതൊക്കെ മാറിയിട്ട് വന്നാ പോരെ? മതി മതി, അത് മതി. ഈ വയസ്സുകാലത്ത് ചിക്കൻ ബോക്സും പിടിച്ച് കിടക്കാനാവില്ല. ചിക്കൻ ബോക്സ് അല്ല അജിയരെ, ചിക്കൻ പോക്സ്. ചിക്കൻ ബോക്സ്. അതെന്ത് കുന്ത്രാണ്ടോ ആട്ടെ, നീ വന്ന കാര്യം പറയും. അതെ, കുറച്ച് പറയാണ്ട്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അജിയരെ, എന്റെ ഒരു സുഹൃത്തെ ഒരു കോരി എടുത്തത്, നല്ല വരുമാനമുള്ള കോറിയാ. അതിനിപ്പോ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഷെയർ കൂട്ടുന്നുണ്ട്. അപ്പൊ അതില് ആചാര് ചേരുകയാണെങ്കിൽ ആചാരം ഒന്നും അറിയണ്ട, മാസാമാസേ പൈസ വിടത്തി എന്റെ ലാഭം. പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നച്ചാ മതി. നല്ല സെയിലൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ടോ, 100 കണക്കിന് ലോറിയാ അട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണേ. ഇത് നല്ലൊരു പരിപാടിയാണല്ലോ. പൈസ എത്ര വേണേ ഞാൻ കൊടുക്കാം, പക്ഷേ മാസാമാസം എന്റെ ലാഭം എടുത്തണം.
അക്കാര്യം ഞാനേറ്റ ആചാര്യ. വാലേക്കുസ്സലാം. എന്താ സിറാജ ഇങ്ങ് പോന്നെ? അതാചാര്യ ഒരു വിസ വന്നേന്, കുറച്ച് പൈസന്റെ കുറവുണ്ടായി. ആചാര്യൊന്ന് തൽക്കാലം സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമായി. പൈസന്റെ കാര്യത്തിൽ ലേശ അവതാളത്തിലാണ്. പൈസ കാര്യം ഇവിടെയും കുടുങ്ങിക്കരുത്. കുറച്ച് ദിവസം മുമ്പെങ്കിലും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ. ഇനിയിപ്പോ രക്ഷയില്ല. ഓ അങ്ങനല്ലേ, എന്നാ പിന്നെ ആയിക്കോട്ടെ ആചാര്യ, ഞാൻ പറ്റുന്നത്. അതെ, ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അന്നപ്പോ ഓരോരുത്തർ സഹായത്തിന് വന്ന്. ഹലോ, ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം കേട്ടോ. ആ സിറാജ് എന്തിനാ വന്നിരുന്നത്? ഓനെ പെട്ടെന്ന് പോണ്ടി ഒരു വിസ ഉണ്ടായിന്, അതിന് കുറച്ച് പൈസ വാപ്പനോട് വായ്പ ചോദിക്കാൻ വന്നതിന്. എന്നിട്ട് വാപ്പ എന്താ അവനോട് പറഞ്ഞത്? വാപ്പ പറഞ്ഞ ഇപ്പൊ തൽക്കാലം വാപ്പന്റെ കയ്യിലൊന്നുമില്ല. എന്നാ ശരി, നമുക്ക് കാണാം. എന്തായി വിസന്റെ പൈസന്റെ കാര്യമൊക്കെ സെറ്റായോ? പൈസന്റെ കാര്യമോ, നമ്മൾ അറക്കര അബ്ദുല്ലാജിനോട് ഞാൻ കുറച്ച് പൈസക്ക് ചോദിച്ചിരുന്നു, പക്ഷേ അത് ശരിയായില്ല, അവരോട് കിട്ടിയില്ല. ഇനിയിപ്പോൾ വേറെ ആരോട് ചോദിക്കുന്ന ഒരാളെ കാണുന്നില്ല, എന്താ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അല്ലേ വിസക്ക് ഒരുപാട് പൈസ വേണ്ടെന്നല്ലേ ഈ പറഞ്ഞേ? വിസക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട, കാര്യമായിട്ട് മെഡിക്കലിന് ടിക്കറ്റിൻ്റെ പൈസ മതി. പക്ഷെ എന്നാലും കുറച്ച് പൈസ എന്തെങ്കിലും കൊടുക്കണമെന്ന് പിന്നെ ഒരു വിളിച്ചാൽ പറഞ്ഞു. അപ്പം അതെന്തായാലും ഉണ്ടാക്കണം. അതിനൊക്കെ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാവും, ഇനി ടെൻഷൻ അടിക്കുന്നു വേണ്ട. എന്നെപ്പോ തിരെ കാണാനില്ലല്ലോ, ഏടാണിപ്പോ? ഞാൻ ഇവിടെ ഉണ്ടാ. പിന്നെന്താണ് എൻ്റെ സ്ഥിതി? ബിസിനസ്സൊക്കെ ഇങ്ങനെ പോകുന്നു, ഉഷാറല്ലേ? ബിസിനസ്സൊക്കെ സാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച വേറൊരു പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. എന്താണ് പിന്നെ എൻ്റെ വിശേഷമൊക്കെ? എൻ്റെ ഹാലെന്താ അങ്ങനെ പോകുന്നു. ഞാനൊരു വിസ നോക്കും, അപ്പം അതിന് ആദ്യം പൈസ വേണ്ട, മെഡിക്കൽ ടിക്കറ്റ് എടുത്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിട്ട് പകുതി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. എന്താ ചെയ്യാൻ എൻ്റെ അവസ്ഥ എനിക്ക് അറിയാമല്ലോ. ഞാനിതിൽ പോയപ്പോൾ എന്നൊന്ന് കാണുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാനിപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്? അല്ല, എൻ്റെ ഒരു അവസ്ഥ എനിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും തൽക്കാലം വായ്പായിട്ടേ ഇങ്ങനെ ശരിയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാനൊക്കെ ഒരു ഉപകാരമാവും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നെ സഹായിക്കണമെന്നൊക്കെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എപ്പോഴത്തെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാമല്ലോ, ഫുള്ള് ഡള്ളാണ്. അത് തന്നെയല്ല, നേരത്തെ ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച ഒരു പരിപാടി തുടങ്ങുന്ന അതിൻ്റെ നട്ടോട്ടത്തിലാണിപ്പോൾ. അതിന് ഇപ്പോൾ പൈസ ഒരുപാട് വേണം. എന്താ ചെയ്യാം നമ്മൾ? അതിപ്പോൾ എന്ത് ചെയ്യാനോ, നോക്കണ്ട. ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. വിഷയമില്ല, എന്തെങ്കിലും ചെയ്യാം. ഞാൻ എന്തെങ്കിലും മൈൻഡ് ആവും നോക്കട്ടെ. എന്നായിക്കോട്ടെ, നമുക്ക് കാണാം. ശരി. അല്ല സിറാജെ, വിസന്റെ പൈസ ഒക്കെ സെറ്റായോ? ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും കൂടി ശരിയായില്ല, എനിക്കറിയാലോ. പെട്ടെന്ന് ഇങ്ങോട്ട് നടക്കൂലല്ലോ എനിക്ക്. പിന്നെ വിസക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ വേറെ ആളുണ്ട് കേട്ടോ, വിസ കൊടുക്കാൻ കൊടുക്കും. ഈ കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്, ഞാൻ നോക്കുന്നുണ്ട്. ഏതെങ്കിലും സെറ്റാവും, ആർക്കും കൊടുക്കല്ല, എനിക്ക് തന്നെ വേണം. പെട്ടെന്ന് നോക്കിട്ടോ, ഇത് നല്ലൊരു ചാൻസാ. ആയിക്കോട്ടെ, ഞാൻ നോക്കുന്നുണ്ട്. അല്ല സിറാജെ, നിന്റെ വിസന്റെ കാര്യങ്ങളൊക്കെ എന്തായി? പൈസ ഒന്നും ശരിയായോ? അത് നടക്കുമെന്ന് തോന്നില്ല രാമേട്ട. ഒരുപാട് ആളുകളോട് അന്വേഷിച്ചു, പൈസൻ്റെ ഒന്നും ഇതുവരെ സെറ്റായില്ല. മിക്കവാറും അത് ഉപേക്ഷിക്കേണ്ടി വരും. അത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് സിറാജെ ഒന്നും വരാൻ കഴിയില്ല. അത് ശരിയാണ്, പക്ഷേ അതുകൊണ്ട് നീ പൈസന്റെ കാര്യത്തിൽ ഒരിക്കലും നീ ബേജാറായിരുന്നു. ഇവിടെ നിന്ന് രാമേട്ട കുറച്ച് പൈസ ഒന്നും പോരല്ലോ, ഒരുപാട് പൈസ വേണ്ട. ശരിയാവും. എൻ്റെ കയ്യിൽ മോൾക്ക് വേണ്ടി വെച്ച കുറച്ച് പൈസ ഉണ്ട്. അതായത് അവളെ കല്യാണത്തിലേക്ക് സ്വരൂപിച്ച് വെച്ചതാണ്. തൽക്കാലം നമുക്ക് അതെടുക്കാം. അത് വേണോ രാമേട്ട? അത് വേണം സരാജെ. പൈസ അവിടെ വെച്ചിട്ടും എന്താ, നീ അത് വാങ്ങണം, ഞാനത് തരും.
ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി ചെയ്യണമെന്ന് എനിക്കറിയില്ല. സിറാജേ, എന്നോടാണോ നീ നന്ദിയും കിടപ്പാട്? നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചേടാ? നീ എങ്കിലും രക്ഷപ്പെട്ടാൽ അതല്ലേ സിറാജേ നല്ലത്. സിറാജേ, നീ എങ്ങോട്ടാ പോകുന്നത്? അറിയാം, ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം. ചെറിയൊരു പരിപാടി ഉണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു അല്ലേ, വാപ്പനെ കാണാൻ വേണ്ടിയിട്ട്? അത് ഒരു വിസ വന്നിരുന്നേ, അപ്പോൾ കുറച്ച് പൈസൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ വാപ്പനെ കണ്ടിട്ട് കുറച്ച് പൈസ എന്തെങ്കിലും തൽക്കാലത്തേക്ക് വായ്പ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് വാപ്പ എന്താ പറഞ്ഞത്? വാപ്പൻ്റെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, എല്ലാം ശരിയാകുമ്പോൾ ഒന്ന് പറ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആയിക്കോട്ടെ, കഴിക്കാം, നമുക്കാണ്. ശരി, ഓക്കെ. ഞാൻ നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു രാമേട്ടാ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ? എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഗൗരിയുടെ സാമീപ്യം എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. രാമേട്ടാ, നിങ്ങൾ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ചേച്ചി മരിച്ചിട്ട് ഏകദേശം 2 വർഷമായി. ആ സ്നേഹം അറിയാതെ അതങ്ങനെ സിറാജെ, ആത്മാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും മരണമില്ല. പിന്നെ രാമേട്ടാ, ഞാൻ വന്നതേ നാളെ രാവിലെ ഞാൻ ഗൾഫിലേക്ക് പോവുക. അതെന്താ ഇത്ര പെട്ടെന്ന്? ഒന്നുമില്ല, ടിക്കറ്റ് പെട്ടെന്ന് ശരിയായി. പിന്നെ ഒരു ദിവസം മുമ്പ് പോയാൽ അത്രയും ബാധ്യത കുറയ്ക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വെച്ചു. അത് നന്നായി മോനെ. എൻ്റെയും മോളെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നീ നന്നായി വാ. രാമേട്ടാ, പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഒറ്റ നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അത് നീ എന്നോട് പറയണോ മോനെ? എന്റെ മക്കളല്ല മോനെ. രാമേട്ടാ, രഘു, നീ എങ്ങോട്ടാ പോകുന്നേ? അതൊന്നും പറയണ്ട, നമ്മളെ ഓഫീസിന്റെ വീട്ടിൽ വരെ ഒന്ന് പോവാ. എന്തായിരുന്നു? ഓൻ്റെ ഒരു സുഹൃത്ത് കോറി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് കുറച്ച് പൈസ വാങ്ങി. അത് ശരി. അത് ശരിക്ക് എല്ലാ മാസവും അതിൻ്റെ ഒരു വീതയ്ക്ക് കിട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ 5-6 മാസമായി ഒരു പൈസയും കിട്ടുന്നില്ല. ഓനാണെ ഫോണും എടുക്കുന്നില്ല, ഒരു വിവരവുമില്ല. അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ഓരോ ലാഭം കിട്ടുന്ന കരുതിയിട്ട് ഓരോ സംരംഭത്തിലേക്ക് പൈസ കൊണ്ട് നിക്ഷേപിക്കും. അവസാനം ലാഭം ഉണ്ടാവില്ല, മുതലും ഉണ്ടാവില്ല. വാപ്പക്ക് എന്തോ കിട്ടുന്നുണ്ടായിക്കോ? വാപ്പ അതിൽ കുറേ പൈസ ഇട്ടിക്കല്ലോ. അത് ശരി, വാപ്പ അതിലും കൊണ്ടുപോയി പൈസ ഇട്ടിട്ടുണ്ടോ? അത് ഓൻ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് വാപ്പ നല്ലൊരു പൈസ അതിൽ ഇട്ടിട്ടുണ്ട്. ഞാനേതായാലും പുരയിലേക്കാ പോകുന്നത്, വാപ്പനൊന്ന് കാണട്ടെ. വാപ്പ, ഒറ്റ കോറി ബിസിനസ്സിൽ നിങ്ങളും പൈസ ഇട്ടിരുന്നോ? അത് പിന്നെ മോനെ ഞാൻ
ഇങ്ങനത്തെ എല്ലാ ഇടങ്ങളിലും നിങ്ങൾ കൊണ്ടുപോയി പൈസ ഇടും. പാവപ്പെട്ട ആൾക്ക് ഒരു 5 രൂപ കൊടുക്കാൻ അടുത്ത് ഉണ്ടാവില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവൂല. എല്ലാ മാസവും 10,000 രൂപയ്ക്ക് ലാഭം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഇങ്ങനെ ആയിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. അതിപ്പോ എങ്ങനെ വാപ്പ ശരിയാവുക? എല്ലാ മാസം 10,000 എന്ന് പറയുമ്പോ അതൊരു പലിശയായി മാറൂലേ? അത് നമുക്ക് പറ്റില്ല എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബിസിനസ് ആകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും. ഇത് ഈ പരിപാടി നമുക്ക് ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കുക. അതേ നമ്മളെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ടൊന്നല്ലല്ലോ നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ എന്നെ എന്താ വെച്ചാ ചെയ്യ്, ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അല്ല ആചാര്യ, എന്താ ഈ കാണുന്നത്? നിങ്ങളെന്താ ഇങ്ങനൊക്കെ ഈ കോലത്തില്? നല്ല തന്നെ മോനെ. ഇതെന്താ ഈ വേഷം? നിങ്ങളാകെ ഇതെന്താ പറ്റി? നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒന്നും പറയണ്ട. പൈസ ഉള്ള കാലത്ത് അത് പിന്നെയും ഉണ്ടാക്കാനുള്ള ആർത്തിയോണ്ട് ഓരോരുത്തർ കൊണ്ടു കൊടുത്തു. അതെല്ലാം പോയി ഇപ്പൊ നശിച്ച്. അന്ന് എനക്ക് എന്താ തന്നിനെങ്കിൽ അത് പഠിച്ചോണ്ടൊക്കെന്നെങ്കിൽ ഒരു കൂലി കിട്ടിയാൽ. സാരല്ല ആചാര്യ, പഠിച്ചോൻ ഓരോരുത്തർക്ക് സ്വത്തും മുതലും കൊടുക്കുന്നതേ അത് ഓന് തോന്നിയത് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. പാവപ്പെട്ടവരാരെയും വന്ന് ചോദിച്ചിട്ടെങ്കിലേ എന്തെങ്കിലും 5 റുപ്യ സഹായിക്കാൻ കൂടി വേണ്ടിയാ. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ പഠിച്ചോനെ നമ്മൾ തിരിച്ചെടുക്കും. അങ്ങനെ കൂട്ടിയാൽ മതി. നീ പറഞ്ഞത് ശരിയാ മോനെ. അത് തിരിച്ചറിയാനാ ഞാൻ കുറച്ച് വൈകിപ്പോയി. സാരല്ല ആചാര്യ, നിങ്ങൾ വണ്ടി കയറി, ഞാൻ പുരയിലാക്കി തരാം. വരി. ഞാനേ എന്നെ കാണാൻ പറഞ്ഞു പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് അത് പറയാൻ വേണ്ടിയിട്ടാ. അതെന്താ ഇപ്പൊ പുതിയൊരു പരിപാടി? പറയട്ടെ. രാജസ്ഥാനിലെ നല്ല ഈത്തപ്പഴത്തിന്റെ ബിസിനസ് ഉണ്ട്. അതിന് ഇനി കുറച്ച് പൈസ ഇറക്കുകയാണെങ്കിൽ എനിക്ക് ഈ സീസൺ ആകുമ്പോ നല്ലൊരു പൈസ വാരിക്കും. അത്രയും നല്ലൊരു ബിസിനസ്സാണ്. പിന്നാണെങ്കിൽ സൗദിയിലേക്ക് വരെ കാരൊക്കെ കയറ്റുന്നത് രാജസ്ഥാനിലാണ് സീസണിൽ. ഒരു കൈ നോക്കുന്നു രക്ഷപ്പെടാം. സൗദിയിലേക്ക് രാജസ്ഥാനിൽ കാരക്ക നല്ല ബിസിനസ്സാ. തമാശക്ക എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച ഒരു ബിസിനസിന്റെ ഒരു സംഗതി പറയുമ്പോ തമാശ. അല്ലേ, ഈ ബിസിനസ്സിന് രാജസ്ഥാനിലേക്ക് ഒന്നും പോകണ്ട. മുൻപിപ്പുറം നിൽക്കുന്നു. ഇവിടെ നമ്മള് കേരളത്തിൽ നിന്നും കണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം പിടിച്ചക്കാട്ടിലും വലുതാണല്ലോ മാർത്ത്. പിന്നെ എനിക്ക് താല്പര്യമില്ല, വേണ്ട. ഞാൻ വേറെ ആളെ നോക്കിയല്ല, ഇഷ്ടം പോലെ ആളുണ്ട് പുറത്ത്. ഇതുപോലെ ബിസിനസ് ആയിട്ട് പല ആൾക്കാരും നടക്കുന്നുണ്ട്. പല ആൾക്കാരെയും പൈസ ഇങ്ങനത്തെ ബിസിനസ് ചേർന്നിട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഏതായാലും അതിൽ കൂട്ടാൻ പോകാൻ നോക്കണ്ട. ഇനി ഒന്ന് വിട്ടുപിടി. കണ്ടോ കണ്ടോ, എനക്കല്ലേ ഇത് പറ്റാത്ത? ഇഷ്ടംപോലെ ആള് ഇങ്ങോട്ട് വിളിക്കാണ്ട്.
ഹലോ. ആ കാരക്ക രാജസ്ഥാനിലെ ഉണ്ട്. ഞാനാ പറഞ്ഞല്ലേ ഒരുപാട് വിചാരിച്ചോണല്ല. കാരക്ക രാജസ്ഥാൻ ഏത് പാവത്തിനാണോ ചാക്കിലാക്കുന്നത്?